നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട COVID-19 കൂടുതൽ പേരിലേക്ക് പടർന്ന പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്തും കനത്ത ജാഗ്രത പുലർത്തി വരികയാണ്. 25 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളതെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. അതിൽ 23 പേരും ദില്ലിയിലാണ്. രോഗം സ്ഥിരീകരിച്ച ആളുകളുമായി സമ്പർക്കം പുലർത്തിയ കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുബായ് ഇന്ത്യൻ സ്കൂളിലെ 16 വയസ്സുള്ള വിദ്യാർത്ഥിനിക്ക് COVID-19 സ്ഥിരീകരിക്കുകയുണ്ടായി. വിദേശയാത്ര നടത്തിയ കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നാണ് വൈറസ് ബാധയേറ്റെന്ന് കരുതി വരികയാണ്. ദുബായിൽ തിരിച്ചെത്തി 5 ദിവസത്തിന് ശേഷമാണ് മാതാപിതാക്കളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. വിദ്യാർത്ഥിനിയുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യനില സുരക്ഷിതമാണെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. ഇവരുമായി സമ്പർക്കം പുലർത്തിയിരുന്ന മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. രോഗികളുമായി ഇടപഴകിയിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും തൊഴിലാളികളെയും ദുബായ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണ്. കർശനമായ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ദുബായ് ഇന്ത്യൻ ഹൈസ്കൂൾ ഇന്നു മുതൽ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലോകത്താകമാനം ഭീതി പടർത്തിക്കൊണ്ട് COVID-19 വൈറസ് വ്യാപിച്ചു വരികയാണ്. അമേരിക്കയിൽ കാലിഫോർണിയയിലും കോവിഡ് ബാധയേറ്റ് ഒരാൾ മരിക്കുകയുണ്ടായി. അമേരിക്കയിലാകെ 149 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 10 പേർ ഇതിനോടകം മരിച്ചതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിക്കുകയുണ്ടായി. ഇറ്റലിയും വൈറസ് ബാധ തുടരുകയാണ്. 107 പേരാണ് ഇറ്റലിയിൽ ഇതുവരെ വൈറസ് ബാധയെ തുടർന്ന് മരിച്ചതെന്നാണ് കണക്കുകൾ ലഭ്യമാകുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 10 ദിവസത്തേക്ക് അടച്ചിടാൻ സർക്കാർ ഉത്തരവിറക്കി. Serie A ഫുട്ബോൾ മാച്ചടക്കം മാറ്റിവെച്ചിട്ടുമുണ്ട്. 3000-ലധികം കേസുകളാണ് ഇറ്റലിയിൽ ഇതുവരെ സ്ഥിരീകരിച്ചത്. ലോകത്താകമാനം വൈറസ് ബാധയേറ്റ് മരിച്ചവരുടെ എണ്ണം 3200 കവിഞ്ഞു. 90,000-ലധികം പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ വ്യക്തിയിൽ നിന്നും കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത ജാഗ്രത പുലർത്തി വരികയാണ്. ഇതോടൊപ്പം തന്നെ 25 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളതെന്നാണ് കണക്കുകൾ ലഭ്യമാകുന്നത്. അതിൽ 23 പേരും ദില്ലിയിലാണ്. രോഗം സ്ഥിരീകരിച്ച ആളുകളുമായി സമ്പർക്കം പുലർത്തിയ കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരുമെന്നാണ് പറയപ്പെടുന്നത്. പൊതുപരിപാടികൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ദില്ലി മുഖ്യമന്ത്രിയും ഹോളി ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചു. ചൈന, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്രാവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് എത്തിയവർക്ക് വിമാനത്താവളങ്ങളിലും രാജ്യാതിർത്തികളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ ഐസൊലേഷൻ കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ സജ്ജമാക്കി കഴിഞ്ഞു. ഇതിനാൽ തന്നെ പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന പ്രവാസികൾ ഏറെ ആശങ്ക പുലർത്തി വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.